ഹായ് വെൽക്കം ടു മൈ ചാനൽ VK വ്ളോഗ്. നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ. ചിക്കൻ കറിയുടെ പോലെയുള്ള ഒരു കറി നമുക്ക് വീഡിയോ ഉരുളക്കിഴങ്ങ് കറി വെച്ച് നോക്കിയാലോ. ചിക്കൻ കറിയുടെ പോലെ കറി വെക്കാൻ പോണേ. അപ്പോൾ കുക്കർ ചൂടാവാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുന്നുണ്ട്. നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെയ്യുന്ന നന്നായിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കാം. അതുവരെ നമുക്ക് ഇളക്കി കൊണ്ടേയിരിക്കാം കേട്ടോ. 2 സബോളയാണ് അരിഞ്ഞിരിക്കുന്നത്. അത് രണ്ടും ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കോടങ്ങൾ വരണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി വഴന്ന് കിട്ടണം. ഏകദേശം വഴന്നുണത്തിന് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടെടുക്കാം. 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരും. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. പിന്നെ കോടൻ കളർ വരെ ആവുന്ന വരെ നമുക്ക് വറ്റണം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മുടെ സവാള നിറം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടിയിടാം. നല്ല മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീർ ചില്ലി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊക്കെ ലേശം ചിക്കൻ മസാലയും കൂടി ചേർക്കണ്ടേ. ചിക്കൻ മസാല ചേർത്തുള്ളത് ഈസ്റ്റേൻ്റെയാണ്. ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തിരിക്കണേ. കുറച്ച് ചേർത്തുള്ളൂ. ഇത് പൊടികൾ മണം മാറി കഴിഞ്ഞു. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ പിടിക്കാം. തക്കാളി തൊട്ട് വഴറ്റാം നന്നായിട്ട്. ഇന്ന് ഉടഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങും തക്കാളിയും സവോളയും മസാലകളൊക്കെ കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളം ആണ് ഒഴിക്കണേ. നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അത് കുക്കർ അടച്ചിട്ട് 2 വിസിൽ നമുക്ക് വെറ്റാം. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അടച്ചിട്ട് 2 വിസിൽ വെട്ടാം. 2 വിസിൽ വെച്ചപ്പോൾ നമുക്ക് ലേശം തേങ്ങാപ്പാൽ ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അരമുറിയുടെ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് മിക്സിയിട്ട് അരച്ചുകൊണ്ടിടാം. അരമുറി തേങ്ങയുടെ പാലെടുത്തുണ്ട് കേട്ടോ. അത് അരിച്ചെടുക്കണ്ടേ പാല്. കുക്കർ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ അരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കയ്യിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിപ്പിലേക്ക് ആക്കിയിട്ടാണ് എടുക്കണത്. എന്നിട്ട് ഈ പാൽ നമുക്ക് 1-ാം 2-ാം പാലെന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ കറിയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. നന്നായി തിളച്ചെന്താണ് തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. തേങ്ങാപ്പാൽ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. എന്നുവെച്ചാൽ അത് പിരിഞ്ഞ പോലെ കാണും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പറ്റില്ല. ഒന്ന് തിള വന്നിട്ട് ഓഫ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇത് നല്ല മണമൊക്കെ വരും കേട്ടോ. ചിക്കൻ കറിയുടെ ഒരു മണമില്ല. ചിക്കൻ ഫ്ലേവർ ഇട്ടല്ലോ, ചിക്കൻ മസാല ഇട്ടല്ലോ, അതുകൊണ്ട് തന്നെ മണം വരുന്നുണ്ട്. ഉള്ളി മുപ്പിക്കാൻ കരണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരട്ടെ. നമ്മൾ ഉള്ളിയില്ലാത്ത കാരണം സബോളയാണ് എടുത്തിരിക്കുന്നത്. സബോള നല്ല ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വഴറ്റണം കേട്ടോ. അപ്പോൾ ഉള്ളി വഴണത്തിട്ടുണ്ട്. നമുക്ക് ഈ വഴണ ഉള്ളി നമുക്ക് കൂത്താനിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.